ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ട് കാണണേ. അപ്പോൾ ദേ രാവിലെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യമേ കടലക്കറി കുക്കറിലിട്ടിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് വെച്ചത്. വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഓർത്തത് ഗ്യാസിനൊക്കെ വില കൂടുതലാണല്ലോ, അപ്പോൾ ഇൻഡക്ഷനെ കുക്കർ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ആ കാര്യം ആദ്യം മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് ഇൻഡക്ഷനിലോട്ട് തന്നെ ആക്കി. അപ്പോൾ ഇത് ഇൻഡക്ഷനെ വെച്ചെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, ഈ കുക്കറിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇങ്ങനെ ചീറ്റി വരും താഴോട്ട്. അപ്പോൾ പിന്നെ ആ ഒരു വിസിലടിക്കാൻ നേരം ആകുമ്പോൾ പിന്നെയും ഗ്യാസിലോട്ട് വെക്കണം. അപ്പോൾ ആ ഒരു മടിയൊക്കെ ഓർത്തിട്ട് ആദ്യമേ തന്നെ അങ്ങ് ഗ്യാസ് വെച്ചതാണ്. പിന്നെ ഗ്യാസിൻ്റെ വിലയൊക്കെ ഓർത്തപ്പോൾ തിരിച്ച് ഇൻഡക്ഷൻ കുക്കറിലോട്ട് തന്നെ ആക്കി. അപ്പം എന്താണ് കടലക്കറിക്ക് വേണ്ട ബാക്കി മസാലയെല്ലാം ഒന്ന് വറുത്തെടുക്കുകയാണ്. ഞാനിങ്ങനെ എപ്പോഴും കടലക്കറി വെക്കാറില്ല. നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മല്ലിയാണ് ഇച്ചിരി കൂടുതലിടുന്നത്, ഇച്ചിരി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. മഞ്ഞപ്പൊടി, പിന്നെ ഇച്ചിരി ഗരം മസാല എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കും നന്നായിട്ട്. പിന്നെ അതിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ വറുത്ത് ചേർക്കും. അപ്പം ഇതിപ്പോൾ തേങ്ങ എനിക്ക് വറുത്തതിരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു മുട്ടക്കറി വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എന്തെങ്കിലും വറുത്തരച്ച കറികൾ വെക്കുമ്പോഴത്തേനും എടുക്കാനായിട്ട് എളുപ്പത്തിന് നമ്മളിങ്ങനെ തേങ്ങയൊക്കെ വറുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഒത്തിരി നാൾ കേടാവാതിരിക്കും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഈസി ആണല്ലോ കറികളൊക്കെ വെക്കുമ്പം. അതിന് വേണമെന്നുണ്ടെങ്കിൽ ശകലം അതിൽ നിന്ന് എടുത്താൽ മതിയല്ലോ. അപ്പം അതും ശകലം ഇട്ട് നന്നായിട്ട് എല്ലാം കൂടെ കരിഞ്ഞു പോവാതെ ഒന്ന് വറുത്തെടുക്കുവേ. പിന്നെ വേണ്ട ഞാൻ നേരെ കുക്കറിലോട്ട് കടലക്കറി തിരിച്ച് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പൊറോട്ടയും അതുപോലെ കടലക്കറിയും ആകട്ടോ. അപ്പോൾ ഈ പൊറോട്ട നമ്മൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആദ്യക്കുട്ടൻ എടുത്തതാണ്. അപ്പം അവൻ എടുത്തപ്പോൾ ഞാൻ അവനെ വഴക്ക് പറയുകയും ചെയ്തു, പൊറോട്ട അഴുക്കായി എടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേങ്കിൽ അവനത് എടുത്താൽ നന്നായി കേട്ടോ. ഇന്ന് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം എളുപ്പമുണ്ടായിരുന്നു. കടലക്കറി മാത്രം വെച്ചാൽ മതിയല്ലോ, പിന്നെ അങ്ങ് ചുട്ടാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ രാവിലെ ഒരു തലവേദനയാണ്. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അല്ല, തലേ ദിവസം തുടങ്ങും എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു തലവേദന പരിപാടി ഈ ബ്രേക്ക്ഫാസ്റ്റും കറികളും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് എങ്ങനെ ഒപ്പിക്കും, എന്തോ വെക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ വെക്കണമല്ലോ. അപ്പോൾ അത് ആലോചിച്ച് ഒന്ന് കണ്ടുപിടിക്കുന്ന ഏറ്റവും ഒരു തലവേദന പരിപാടി അല്ലേ. അങ്ങനെ എൻ്റെ പൊറോട്ടയൊക്കെ ഞാൻ ചുട്ടിട്ട് ഞാനൊന്ന് അടിക്കാൻ നോക്കുമായിരുന്നു, കുറച്ച് കയ്യിൽ എണ്ണയൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പൊറോട്ടയുടെ ഇങ്ങനെ അടിക്കൽ അതാ ഏറ്റവും അതിന് മയവും ടേസ്റ്റും തരുന്നത്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല, ചൂടും കൂടായിരുന്നു. അത് ചൂടോടെ തന്നെ ഇങ്ങനെ ഇട്ട് അടിച്ചെടുക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതേ മർദ്ദിക്കാൻ വേണ്ടി ഹസ്ബൻഡിനെ വിളിച്ചു വരുതേ. അപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചു പരത്തി തന്നിട്ടുണ്ട്. പിന്നെ ഈ പൊറോട്ടയ്ക്ക് ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫാണെന്നാണല്ലോ പറയുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ ബെസ്റ്റ് ഫുഡാണല്ലോ പൊറോട്ടയും ബീഫ് കറിയും. പക്ഷേ അല്ലോ എനിക്ക് ബീഫ് അത്ര വലിയ ഇഷ്ടമില്ലേ. ബീഫ് ഇഷ്ടമുള്ളവർ എന്നെ ചീത്ത വിളിക്കല്ലേ. അപ്പോൾ എനിക്കാണെങ്കിൽ നമ്മുടെ ചിക്കൻ കറിയും പൊറോട്ട കേട്ടോ ഏറ്റവും ഇഷ്ടം. പിന്നെ ബീഫ് ഞാൻ ഈ ഇടയ്ക്ക് കൂട്ടാൻ ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എന്താണ് ഇതിന് മുന്നിൽ കഴിഞ്ഞ പ്രാവശ്യമാണെന്ന് തോന്നുന്നു നാട്ടിൽ പോയപ്പോൾ ഒരു പ്രാവശ്യം കടയിൽ നിന്ന് കഴിച്ചു പൊറോട്ടയും ബീഫും. പിന്നെ ഒരു കല്യാണത്തിന് പോയപ്പോൾ കഴിച്ചു. പിന്നെ എൻ്റെ വീട്ടിൽ അച്ഛൻ വെക്കും കേട്ടോ. വീട്ടിൽ അച്ഛനാട്ടോ ഈ നോൺ വെജ് സ്പെഷ്യലിസ്റ്റ്. അമ്മയ്ക്കാണെങ്കിൽ ഇതൊന്നും കൂട്ടത്തില്ലാത്തതുകൊണ്ട് അതൊന്നും വെക്കാനും അറിയത്തില്ല. അപ്പോൾ അച്ഛൻ വെച്ചപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കൂട്ടി. അപ്പം എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമുക്കിന്ന് പൊറോട്ടയും കടലക്കറിയുമായിരുന്നു. അപ്പോൾ നമ്മുടെ കടല വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വറുത്ത് വെച്ച സാധനം എല്ലാം കൂടെ നേരെ മിക്സിയുടെ ഒരു കൊച്ചു ജാറിനകത്തോട്ടിട്ട് കുറച്ച് വെള്ളവും പിന്നെ വെന്ത കടലയും കൂടെ ഞാൻ കുറച്ച് ചേർത്ത് അരയ്ക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും ഒരു സമാധാനം വരത്തില്ല. ഈ കടലയും കൂടെ ചേർക്കുമ്പോൾ ഒരു ഇച്ചിരി ഒരു കുറുകിയ പോലെ തോന്നും കറി. പിന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഈ പൊടി തന്നെ ഇട്ട് അരയ്ക്കുന്നതിനെക്കാട്ടിലും കടലയും കൂടെ ചേർക്കുമ്പം. അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് പിന്നെ നേരെ ഒന്ന് കടുകും വറുത്ത് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ വെന്ത കടലയും ഈ അരപ്പും എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ കേട്ടോ കടലക്കറി വെക്കുന്നത്. പക്ഷെ ഇന്നിച്ചിരി വെള്ളം ആയി പോയിട്ടുണ്ട് കറി കേട്ടോ. പൊറോട്ടയ്ക്ക് ചാറ് വേണമല്ലോ എന്നോർത്ത് വെള്ളം ഇച്ചിരി നീട്ടി വെച്ചതാണ്. പക്ഷെ ഇച്ചിരി കൂടി പോയെന്ന് തോന്നിയിരുന്നു വെള്ളം. അങ്ങനെ എന്തായാലും എൻ്റെ കടലക്കറിയായി. അപ്പോൾ ഇന്ന് സൺഡേ ആയിരുന്നേ. അപ്പോൾ അതുകൊണ്ട് എഴുന്നേറ്റപ്പോഴത്തേനും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യകൂട്ടന് വിശക്കാൻ തുടങ്ങിയിട്ട് അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, വിശക്കുന്നേ അമ്മയെ വിശക്കുന്നേ ഫുഡ് തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം അവന് കുറച്ച് പൊറോട്ടയുടെ എടുത്തിട്ട് മുറിച്ചങ്ങിട്ട് കൊടുക്കും. അവന് ഈ ചപ്പാത്തിയും പൊറോട്ടയും എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് പീസാക്കി ഇട്ടിട്ട് കറിയും കൂടെ ഒഴിച്ചു കൊടുക്കും. അതാകുമ്പം പെറക്കിയെടുത്ത് കഴിക്കാൻ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ സ്കൂളിൽ പോകുമ്പോഴും അങ്ങനെ ഇവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കൊടുത്തു വിട്ടാൽ മതിയല്ലോ, സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും. അപ്പം ഞാൻ എന്നെ സാധനം വേണ്ടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു വിടും. അപ്പം പിന്നെ പെറക്കി പിള്ളേർക്ക് കഴിക്കാനായിട്ട് ഈസിയാണ്. അപ്പം കടലക്കറി തിളച്ച് വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പം അവന് ആദ്യം തന്നെ അതിൽ നിന്ന് അവനങ്ങ് കൊടുത്തു. പിന്നെ ഞങ്ങൾക്കും എടുത്തേ. ആയിക്കോട്ടാ, എങ്ങനെയുണ്ട് നമ്മൾ മേടിച്ച പൊറോട്ട? കൊള്ളാവടാ? നല്ലതാണോ? കറി കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? ഞാൻ ഉണ്ടാക്കിയതല്ല, മേടിച്ച. ഇന്നലെ ആദ്യം കൂട്ട അവിടെ നിന്ന് എടുത്തില്ലേ.
എന്താ അങ്ങനെ ആദ്യക്കുട്ടൻ്റെ അഭിപ്രായം കേട്ടു കേട്ടോ. ആദ്യക്കുട്ടന് ഇഷ്ടപ്പെട്ടാന്നാണ് പറഞ്ഞത്. അവന് പൊറോട്ട വലിയ ഇഷ്ടമാണ്. പിന്നെ അതേ ഹസ്ബൻഡിന് കൊണ്ടുപോയി കൊടുത്തു, ഞാനും കഴിച്ചു. സത്യം പറഞ്ഞാൽ പൊറോട്ട ഒന്നും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കഴിച്ചു കേട്ടോ, രാവിലെ കഴിക്കണമല്ലോ എന്തെങ്കിലും. അപ്പം ഞങ്ങൾ മൂന്നുപേരും മൂന്നെടുത്തിരുന്ന കേട്ടോ ഇന്നിപ്പോൾ കഴിച്ചത്. ഞങ്ങൾ മിക്കപ്പോഴും അങ്ങനെയാണ്. ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞാലും ഡൈനിങ് ടേബിളിൽ ഞാൻ മാത്രമേ കാണത്തുള്ളൂ. ഇവർ രണ്ടുപേരും വേറെ സ്ഥലത്തൊക്കെ. ആദ്യക്കുട്ടൻ ടി വി കാണാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഹസ്ബൻഡിനാണെങ്കിൽ ഇവിടെ നമ്മുടെ ടേബിളിൻ്റെ അവിടെ ഫാനില്ലേ, അപ്പോൾ പിന്നെ ഫാൻ വിട്ട് ഹാളിൽ ഇപ്പുറത്തെ റൂമിൽ വന്നിരിക്കും. ഞാൻ പിന്നെ ഫോണും ഒക്കെ ഇങ്ങനെ പിടിച്ചിരിക്കാൻ പാകത്തിന് എനിക്കിഷ്ടം ടേബിൾ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഓരോരുത്തടുത്തിരിക്കും. പിന്നെന്താ, ഞങ്ങൾ നേരെ പൊറോട്ടയൊക്കെ കഴിച്ചല്ലേ ഓരോ കട്ടൻ കാപ്പി കുടിക്കാന്ന് ഓർത്ത് ഞാനും ഹസ്ബൻഡും കൂടെ അതേണ്ട ഞങ്ങൾക്ക് കുടിക്കാൻ എടുക്കുവാണേ. അധികം എടുത്തില്ല. അപ്പോൾ ഉണ്ടല്ലോ എല്ലാവരും, അമ്മയൊക്കെ ആണെങ്കിലും പറഞ്ഞേക്കാം, രാത്രി നേരം ആകുമ്പോഴത്തേനും കാപ്പിയോ ചായയോ കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ഉറക്കം പോയെന്നൊക്കെ. പക്ഷെ അത് ചുമ്മാ പറയുന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ എല്ലാ ദിവസവും ഉണ്ടല്ലോ രാത്രിക്ക് കിടക്കാൻ നേരത്ത് മസ്റ്റായിട്ട് ഒരു കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ചായയോ ഏതെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ രാത്രി കുടിച്ചിട്ടേ കിടക്കത്തുള്ളൂ കേട്ടോ. ആദ്യം കൊടുക്കത്തില്ല. ആദ്യം വന്ന് ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു സിപ്പൊക്കെ കൊടുക്കും ചിലപ്പോഴേ. പക്ഷെ ഞങ്ങൾക്ക് ഉറക്കത്തിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഇത് കുടിച്ചെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കേട്ട് നമ്മുടെ ഒരു തോന്നലാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ചു. ആദ്യക്കൂട്ടം അവിടെ നിന്ന് ടി വി കാണുവാണ്. പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പം നേരെ അരി ഇടാൻ വന്നു. അപ്പോൾ ഇതാണോ നമ്മൾ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്ത അരി. ഇതെനിക്ക് പച്ചരിയാണോ നമ്മൾ ഇവിടുത്തെ വെള്ളരിയാണോ എന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. കൈ കിട്ടിയെന്നല്ല, അവിടെ പല പേരിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ, ഇത് ഇവിടെ ഉപയോഗിക്കുന്ന അരിയാണോ എന്ന്. എന്തായാലും എടുത്ത് വെച്ച് ചോറ്, പക്ഷേ പച്ചരി ആയിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ അമ്മയാണ് ഫോൺ വിളിച്ചുകൊണ്ടിരുന്നത്. രാവിലെ അമ്മ ഫോൺ വിളിച്ചു. അത് കഴിഞ്ഞത് കുറച്ച് തുണിയെല്ലാം മടക്കാൻ വേണ്ടി പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഇതുപോലെ മേടിച്ച സാധനമാണ്. ഈ ബാത്റൂമിലൊക്കെ നമുക്ക് കയറുമ്പോഴത്തേനും അഴുക്ക് സ്മെല്ലുണ്ടെങ്കിൽ ഇത് സ്പ്രേയാണ്. അപ്പം അതിങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ എൻ്റെ ബാക്കിലൊരു സാധനമുണ്ട്. അപ്പം അത് ഒട്ടിച്ച് വെക്കുമ്പോഴത്തേനും ഇങ്ങനെ നമുക്ക് കയറുമ്പോൾ ജസ്റ്റ് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പം നല്ലൊരു സ്മെല്ല് വരും. അപ്പം ഞാനത് ചെയ്തതാണ്. നേരെ ഒരു മൂക്കിൻ്റെ അങ്ങോട്ട് ആ സ്പ്രേ വന്നത്. ഞാൻ അങ്ങനെ ഒരു മുഖഭാവം വന്നത്. പിന്നെ തുണിയെല്ലാം മടക്കി വെച്ചേ. ഇത് ഇന്നലെ പിറക്കിയിട്ടിരുന്ന തുണിയാണ്, മടക്കി വെക്കാനുള്ള മടി കൊണ്ട് അവിടെ ഇരുന്നതാണ്. അപ്പം അതെല്ലാം പിറക്കി. ആദ്യക്കുട്ടൻ്റെ ആയിരുന്നു അതിനകത്ത് കൂടുതലും. അപ്പം അതെല്ലാം വെച്ചിട്ട് ചെന്നപ്പോഴത്തേനും കഞ്ഞി തിളച്ച് ചാടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ സ്ഥിരം പണിയാണ് കേട്ടോ. ഇത് ഇൻഡക്ഷൻ കുക്കറെ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ കഞ്ഞി തിളച്ച് അവിടെ എല്ലാം ആകും കേട്ടോ. അതെനിക്കിപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ളൊരു പരിപാടി. ഇനി അതിൻ്റെ ചോട്ടിൽ നിന്ന് തന്നെ ചെയ്യണമെന്ന് ഓർത്താലും വേറെ എന്തെങ്കിലുമൊക്കെ പണി കാണും. അപ്പം അങ്ങനെ പോയിട്ട് വരുമ്പോഴത്തേനും കഞ്ഞി ഇതുപോലെ തിളച്ച് ചാടും. അങ്ങനെ ആ ചോറെന്തായാലും വെന്ത് കേട്ടോ. അത് നോർമൽ അരി തന്നെ ആയിരുന്നെന്നാണ് തോന്നുന്നത്. ഇപ്പോഴും എനിക്ക് ശരിക്കും ഒന്നും മനസ്സിലായില്ല. പിന്നെ ഇത് അവിടെ എല്ലാം തുടച്ചിട്ടിട്ട് ഞാൻ അപ്പോഴാണ് പോപ്പിൻസിൻ്റെ കാര്യം ഓർത്ത്. കുറച്ച് പോപ്പിൻസും അച്ഛൻ്റെ കടയിൽ നിന്ന് എടുത്ത മിഠായിക്ക് ഇരിപ്പുണ്ടാണല്ലോ. അപ്പോൾ ഞാനും ആദ്യക്കുട്ടനും കൂടെ അത് കഴിക്കാനെടുത്തു. അപ്പോൾ അവനത് കൊടുത്തപ്പം വേണ്ട. പിന്നെ അവൻ എനിക്ക് തിരിച്ചു തന്നെ. അപ്പോൾ അവന് ഇതുപോലെ അന്ന് അവിടുന്ന് ABCD ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതും മതിയെന്നും പറഞ്ഞുകൊണ്ട് എടുത്ത് കഴിക്കാനായിട്ടല്ല, അവനവിടെ ആദിദേവ് എന്നുള്ള പേര് എഴുതി ലെറ്റേഴ്സ് ഇങ്ങനെ കണ്ടുപിടിച്ചെടുക്കുകയോ ഒക്കെ ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പോയപ്പോഴേ എൻ്റെ കലണ്ടർ വേണ്ട പിന്നെ നിലത്ത് കിടപ്പുണ്ട്. അതിനി എന്തെങ്കിലും ഹുക്കോ എന്തെങ്കിലും മേടിച്ചൊന്ന് ഫിറ്റ് ചെയ്യണം. പിന്നെ എന്താ, ഞങ്ങളെല്ലാവരും ഇവിടെ ചോറിനൊന്ന് നേരമായി. ആർക്കും വിശപ്പൊന്നും ഇല്ല. കുറേ നേരം അവിടേക്ക് ഇരുന്ന് പാട്ടൊക്കെ കേട്ടു. അപ്പോഴത്തേനും ഒരു ഹെൽമെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതായി വന്നത്. അപ്പോൾ ആദ്യക്കുട്ടനും അച്ഛനും കൂടെ പോയത് ഹെൽമെറ്റൊക്കെ മേടിക്കുക. പക്ഷേ ഈ ഹെൽമെറ്റ് സൈസ് ശരിയല്ലായിരുന്നു കേട്ടോ വന്നപ്പം. അപ്പോൾ അത് റിട്ടേൺ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഹെൽമെറ്റ് ഏതാണെന്ന് കാണിച്ചിട്ടില്ല കേട്ടോ. പിന്നെന്താ, നമുക്ക് ആർക്കൊന്നും വിശപ്പില്ല. പൊറോട്ട പണി തന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആർക്കും വിശപ്പില്ല. കല്ല് വിഴുങ്ങിയ പോലത്തെ അവസ്ഥയല്ല എല്ലാവരും ഇരിക്കുക. പിന്നെ ചോറ് കഴിച്ചില്ല. ഈ വാട്ടർ മെലണും കൂടെ കഴിക്കാമെന്ന് വെച്ച് കഴിഞ്ഞ ദിവസം മേടിച്ചതിൻ്റെ ബാക്കി ഇരുന്ന കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പം അതും മുറിച്ചെടുത്ത് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാമേ. ബൈ.